പന്തള രാജകുമാരനെ സർവാഭരണ വിഭൂഷിതനായി കാണാൻ പിതാവിന്റെ ആഗ്രഹം. അത് തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധന ദർശിക്കാൻ, അതിനുശേഷം മകരജ്യോതി തെളിയുന്നതും മകരവിളക്ക് ദർശനവും കാത്ത് ഭക്തകോടികളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലടക്കം സന്നിധാനത്തും ഈ പൊന്നമ്പലമേട് ദൃശ്യമാകുന്ന സകലയിടങ്ങളിലും കാത്തു നിൽക്കുന്നത്. ആ ദർശന പുണ്യം കാത്തുള്ള നിമിഷങ്ങൾ, കാത്തിരിപ്പാണ്. ആ ദൃശ്യങ്ങളിലേക്കും ഒപ്പം അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളിലേക്കും ഭക്തരുടെ ആ കാത്തിരിപ്പിലേക്കുമൊക്കെയാണ് നമ്മളിനി പോകുന്നത്. വിവിധയിടങ്ങളിൽ നിന്ന് 24ന്റെ പ്രതിനിധികൾ ചേരുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ സന്നിധാനത്ത് നിന്നുണ്ട്, NG പ്രദേശും സന്നിധാനത്താണ്. ഒപ്പം പമ്പയിൽ നിന്ന് ഷിജോ കുര്യൻ കൂടി ചേരുകയാണ്. ആദ്യം ശ്രീജിത്ത് ശ്രീകുമാരനിലേക്കാണ് പോകുന്നത്, സന്നിധാനത്ത് നിന്ന്. ശ്രീജിത്ത്, ഇനിയുള്ള മണിക്കൂറുകൾ, അത് നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ്. ആ പുണ്യദർശനത്തിന് വേണ്ടി മകരജ്യോതി കണ്ടു തൊഴുവാൻ, മകരവിളക്ക് ദർശിക്കുവാനുള്ള, ദീപാരാധനയ്ക്ക് ശേഷമുള്ള സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ടു തൊഴാനുള്ള, ദീപാരാധന തൊഴാനുള്ള കാത്തിരിപ്പ്. സന്നിധാനമാകെ ഭക്തരെ കൊണ്ട് നിറഞ്ഞു കാണും എന്നുറപ്പാണ്. എങ്ങനെയാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ? ഗോകുലിന് അറിയാമല്ലോ, യാതൊരു തർക്കവുമില്ല. സന്നിധാനം പരിസര പ്രദേശങ്ങളും എല്ലാം തന്നെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം പോലീസ് ഇപ്പോൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. കാരണം ഇനി 35,000 എന്നൊരു നമ്പർ കടന്നിരിക്കുന്നു, അല്ലെങ്കിൽ 35,000 എന്നൊരു നമ്പർ പൂർണ്ണമായി ഭക്തർക്ക് പ്രവേശനം നൽകി കഴിഞ്ഞു, ദർശനം ഒരുക്കി കഴിഞ്ഞു. ഇനി 6 മണിയോടുകൂടി മാത്രമാണ് നട തുറക്കുകയുള്ളൂ. ഇനി തിരുവാഭരണം ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഭക്തരെ പ്രവേശിപ്പിക്കും. അതിനുശേഷം ഈ പറയുന്നത് പോലെ വീണ്ടും തൊഴുവാനുള്ള ഒരു അവസരം നൽകും. തിരുവാഭരണം ഒരു 6 മണിയോടുകൂടി ഇവിടേക്ക് ഈ ശരംകുത്തിയിൽ വെച്ച് ആചാരപരമായ സ്വീകരണം തിരുവാഭരണത്തിന് നൽകും. അതിനുശേഷം 3 പേടകങ്ങളിലായ തിരുവാഭരണം സന്നിധാനത്തേക്ക് ഈ നടപ്പന്തൽ വഴി കടന്നു വരും. ശേഷം ആദ്യ പേടകം, അത് അയ്യപ്പന്റെ അടുത്തേക്ക് പോകാനുള്ള, അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണമാണ്. അയ്യപ്പന്റെ പിതാവ് അദ്ദേഹത്തിന് സർവാഭരണ വിഭൂഷിതനായി കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പ്രതിനിധിയെ അയച്ച് അദ്ദേഹമായിരിക്കും ആ പേടകത്തോടൊപ്പം 18-ാം പടി ചവിട്ടി അതിനോടൊപ്പം തന്നെ കയറി വരിക. എന്തായാലും ഈ പ്രദേശത്ത് വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. കാരണം പൂർണ്ണമായ ആളുകളൊക്കെ തന്നെ ഈ മകരവിളക്ക് കാണാൻ വേണ്ടി പാണ്ടിത്താവളത്തേക്കും അതുപോലെ തന്നെ പല മേഖല, ശരംകുത്തി അടക്കമുള്ള പല മേഖലകളിലേക്കും മാറി നിൽക്കുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് കൂടുതലായിട്ടുള്ളത്. നമ്മളിങ്ങനെ ഈ ഒരു പടി ഇത്ര വിജനമായി കാണുന്നത്, അല്ലെങ്കിൽ പടിയിൽ ആരും ഇല്ലാതെ കാണുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ചില ആളുകളൊക്കെ ആദ്യമായിട്ടായിരിക്കും. നിറഞ്ഞ ഒരു 18-ാം പടിയാണ്, ഇതിന്റെ ദൃശ്യങ്ങളാണ് പലപ്പോഴും നമുക്ക് നൽകാൻ കഴിയുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പൂർണ്ണമായ തോതിൽ ഒരു വിജനമായ പടി തന്നെയാണ് കാണുന്നത്. എന്തായാലും പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും IRBയുടെയും ഒക്കെ തന്നെ ഒരു സുരക്ഷാ വലയത്തിലാണ് ശബരിമല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇപ്പോൾ തന്നെ സന്നിധാനത്ത് ഏതാണ്ട് 4ഓളം ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ഒരു കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ADGP S ശ്രീജിത്താണ് അതിനെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് ഒരു സുരക്ഷാ പരിശോധനയ്ക്കയുടെ ഭാഗമായി വന്ന സമയത്ത് ഒരു കെട്ടിടത്തിന് സമീപത്ത് നിന്ന് വീണ് അദ്ദേഹത്തിന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആഴിയിൽ നിന്നുള്ള പുക കാര്യമായ രീതിയിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രദേശത്ത് നമ്മുടെ ദൃശ്യങ്ങൾക്കടക്കം ചെറിയ പരിമിതികൾ ഉണ്ട്. എന്തായാലും സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു. മകരസംക്രമ പൂജ അവിടെ സന്നിധാനത്ത് ശ്രീകോവിലിൽ നടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതീക്ഷയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകും. എന്തായാലും കനത്ത സുരക്ഷയുണ്ട്. ഇന്നത്തോടുകൂടി ഈ മകരവിളക്ക് കൂടി കണ്ടത്, പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുന്നത് കൂടി കണ്ടതിന് ശേഷം മാത്രമാണ് ഭക്തർ മലയിറങ്ങി പോവുകയുള്ളൂ. പമ്പയിൽ KSRTC ബസ്സുകളുടെ സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും 35,000 പേർക്ക് മാത്രം, 30,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ശ്രീജിത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ കണ്ട അവിടെ പലയിടത്തും തിരക്ക് കുറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ തിരക്ക് കുറച്ചിരിക്കുകയാണ്. 35,000 തീർത്ഥാടകർക്കാണ്, ഭക്തർക്കാണ് ഇന്ന് സന്നിധാനത്ത് അനുമതിയുള്ളത്. അത് ഹൈക്കോടതി കർശനമായി തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട്. പമ്പയിലും അതുപോലെ നിലയ്ക്കൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും പിന്നീട് എരുമേലി ഉൾപ്പെടെ അങ്ങനെ വിവിധ ഇടത്താവളങ്ങളിലായി ഈ തിരക്ക് നിയന്ത്രിച്ചാണ് തീർത്ഥാടകരെ സന്നിധാനത്തിലേക്ക് കയറ്റിവിടുന്നത്. ഇനിയിപ്പോൾ മകരവിളക്ക് കഴിഞ്ഞ് ദീപാരാധന കഴിഞ്ഞിട്ടായിരിക്കും പമ്പയിൽ നിന്ന് തീർത്ഥാടകർക്ക് പ്രവേശനം ഉണ്ടാവുക. അതുവരെ ഈ ഇടത്താവളങ്ങളിൽ എവിടെയാണോ പൊന്നമ്പലമേട് ദൃശ്യമാകുന്നത് അവിടേക്ക് കണ്ണും നട്ടിങ്ങനെ ഭക്തലക്ഷങ്ങൾ കാത്തു നിൽക്കുകയാണ്. അത് കേവലം ത്രിവേണിയിലോ സന്നിധാനത്തോ മാത്രമല്ല, ഇങ്ങ് നമ്മൾ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പുല്ലുമേട്, സത്രം, ആ ഭാഗത്തൊക്കെ ആളുകൾ, വിശ്വാസികൾ, തീർത്ഥാടകർ നേരത്തെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.